എല്ലാ വർഗീയവാദികൾക്ക് മുമ്പിലും മുട്ടിടിക്കാതെ ആവേശത്തോടു കൂടി നിന്ന് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം പറയുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഡിവൈഎഫ്ഐ. വർഗീയത ഒട്ടും പറയാത്ത, ഒട്ടും ചെയ്യാത്ത, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എപ്പോഴും പ്രസംഗിക്കുന്ന, ആരുടെ മുന്നിലും, അതായത് വർഗീയവാദികളുടെ ഒന്നും മുന്നിൽ മുട്ടിടിക്കാത്ത യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഡിഫി. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാണ് നീ വന്നത്? പിന്നെ നോട്ട് ദ പോയിന്റ്, ഇതിന് CPM-ഉമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. ഏതോ ഒരു സംഘടനയുടെ എവിടെ നിന്നോ കിട്ടിയ ഒരു പോഷക സംഘടനയാണ്. അവർക്ക് തന്നെ അറിയില്ല ഏത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരുണ്ടായതെന്ന്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇടതുപക്ഷത്തിന് നാം പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഡയറക്റ്റ് ആയിട്ടൊന്ന് സമ്മതിച്ചു കേട്ട്. പിന്നെ പ്രതീക്ഷിക്കാത്ത തോൽവി എന്നൊന്നും അതിനെ ഡെക്കറേറ്റ് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ പ്രതീക്ഷിച്ചത്രയും തോൽവി ഉണ്ടായില്ല. പ്രതീക്ഷിച്ചത് ഒറ്റേക്കായിരുന്നല്ലോ. എങ്ങനെ 35-ലേക്ക് ഉയർന്നു എന്ന അത്ഭുതമായിരുന്നല്ലോ പിന്നെ നിങ്ങളുടെ ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടത്. എങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഞങ്ങൾ ഈ നാടിനോട് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഓർമ്മപ്പെടുത്തിക്കോ. പരാജയപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ കരഞ്ഞ് കണ്ണീരൊഴുക്കി വീടുകളിലേക്ക് പോവുകയല്ല ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ചെയ്തത്. തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പരാജയപ്പെട്ടാ പിന്നെ കണ്ണീരൊഴുക്കിക്കൊണ്ട് വീട്ടിനകത്ത് കയറി ഇരിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ഉടനെ വാളും പരിചയം എല്ലാം എടുത്ത് ജയിച്ച ആളുകളുടെ വീടുകൾ ലക്ഷ്യമാക്കിയല്ലേ പോകുന്നത്. ആ പാർട്ടിക്കാരെ എങ്ങനെയും വെട്ടി നിരത്തണം, അതല്ലേ നമ്മുടെ ലക്ഷ്യം. മനുഷ്യപ്പറ്റോടും മര്യാദയോടും കൂടി പെരുമാറണം. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങളിങ്ങനെ ചൂടാകാൻ? മെയ് 4-ാം തീയതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളൊന്ന് ശ്രദ്ധപൂർവ്വം പരിശോധിച്ചു നോക്കൂ. എല്ലാവരും ശ്രദ്ധാപൂർവം പരിശോധിക്കാൻ തയ്യാറായിക്കേ. ഇടതുപക്ഷത്തിന് കനത്ത പരാജയം ഉണ്ടായപ്പോഴും കേരളത്തിൽ ഉച്ചയ്ക്ക് ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലെ പൊതിച്ചോറ് വിതരണം മുടങ്ങിയിട്ടുണ്ടോ? എങ്ങനെ ഇരിക്കുന്നു? പറഞ്ഞു പൊതിച്ചോറിലെത്തി. നായുടെ വാല് ഏത് കോട്ടയ്ക്കൽ വൈദ്യം വിചാരിച്ചാലും നിവർത്താൻ പറ്റില്ലെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഇത്തിരി വൈകിപ്പോയി. എന്റെ പൊന്നു ചേച്ചി ഒരു 100,000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാര് അവരവർ വേല ചെയ്ത് അവരവരുടെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ആഹാരം അവരുടെ വീട്ടിൽ ചെന്ന് നിങ്ങൾ വാങ്ങിച്ച് ആശുപത്രി കൊടുക്കുന്നുണ്ട് എന്ന് സമ്മതിച്ച് അതിന് ഇത്രയും പബ്ലിസിറ്റി കൊടുത്ത് നിങ്ങൾ സ്വയം ഇങ്ങനെ നാറണോ? നിന്റെ അവസ്ഥ കാണുമ്പോ അവര് കബഡി കളിച്ചത് മൈതാനത്തല്ല നിന്റെ ദേഹത്താണെന്ന് തോന്നും. എന്റെ പൊന്നു ചേച്ചി, ഒരുപാട് സംഘടനകൾ മെഡിക്കൽ കോളേജുകളിലൊക്കെ കഞ്ഞിയും ആഹാരവും ഒക്കെ കൊടുക്കുന്നുണ്ട്. അവരാരും ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നില്ല. ഇനിയെങ്കിലും ഇത്തരം കൊച്ചു വർത്താനം പറയുന്നതിന് മുമ്പ് പായ നന്നായി കഴുകണം, മനസ്സിലായോ? ഏറ്റവും അധികം രക്തം ദാനം ചെയ്യുന്ന സംഘടനയായി ഈ സംഘടന നിൽക്കുന്നത്. അയ്യോ വാ ഇരിക്കി പറയണ്ടേ. ഏറ്റവും കൂടുതൽ രക്തം ഊറ്റിയെടുക്കുന്ന സംഘടനയുടെ പേരും കൂടി പറയായിരുന്നു. ഏറ്റവും കൂടുതൽ രക്തച്ചാലിൽ നീന്തിക്കടന്ന സംഘടനയുടെ പേര് പറയാമായിരുന്നു. ഏറ്റവും കൂടുതൽ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന സംഘടനയുടെ പേര് കൂടെ പറയാമായിരുന്നു. ഏറ്റവും കൂടുതൽ രക്തം ചീന്താൻ സന്നദ്ധരായിട്ട് നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേര് കൂടെ പറയാമായിരുന്നു. പിന്നെ ഞങ്ങള് പണ്ടേ സ്ഥാനികളാ. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഈ സംഘടന അത് ഈ നാടിന്റെ ഏറ്റവും വലിയ കരുത്തായി നിലനിൽക്കുകയാണ്. നമ്മുടെ നാടിന്റെ കരുത്ത് ഡിവൈഎഫ്ഐ ആയിരുന്നോ? അറിഞ്ഞില്ല. ബാലകൃഷ്ണ, പിന്നെയും പിന്നെയും നീ നോൺസെൻസ് സംസാരിച്ചാൽ ഞാൻ കടുത്ത രീതിയിൽ പ്രതികരിക്കും. അയ്യോ, അങ്ങനെ 10 വർഷത്തിന്റെ റെസ്റ്റിന് ശേഷം കേരളത്തിനെ കത്തിക്കാൻ പോവുകയാണ്. എല്ലാവരും പേടിച്ചല്ലോ അല്ലേ? ആരും ചിരിക്കരുത്. ഈ നാടിന്റെ ചെറുപ്പത്തിനൊപ്പം, ഈ നാടിന്റെ മതനിരപേക്ഷതയോടൊപ്പം, ഈ നാടിന്റെ ചെറുപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞപ്പോഴാ എന്നാ ചേച്ചി നമ്മൾ സമരം നടത്തുന്നത്? PSCയിലെ അഴിമതിയെ കുറിച്ച് അറിഞ്ഞില്ലായിരുന്നോ? അയ്യോ, അറിഞ്ഞില്ലായിരുന്നോ? അതൊക്കെ നടത്തിയിട്ടാ അങ്ങേര് ഇറങ്ങിയത്. അപ്പൊ പിന്നെ അതിനെതിരെ ഒരു പ്രതിഷേധം നടത്തണം കേട്ടോ, സമരം നടത്തണം. ആരുടെ കാലത്താണ് ഈ അഴിമതി എല്ലാം നടത്തിയത് എന്നൊക്കെ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം. നമ്മൾ പിന്നെ നിഷ്പക്ഷമായിട്ടല്ലേ സമരങ്ങളൊക്കെ നടത്തുന്നത്. ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ആരാ തെറ്റ് ചെയ്തെങ്കിലും നമ്മൾ സമരം നടത്തുമല്ലോ. നമുക്ക് കത്തിക്കണ്ടേ കേരളത്തിനെ? 10 ഗുണം